നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഐഷ കൊലപാതകം ചോദ്യം ചെയ്യലിൽ സഹകരിക്കാതെ സെബാസ്റ്റ്യൻ കൂട്ടുകാരിയെ 5 മണിക്കൂർ ചോദ്യം ചെയ്തു. ശനിയാഴ്ച സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തേക്കും. നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ അയൽക്കാരിയുടെ രഹസ്യമൊഴിയെടുത്തു. റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരി ചേർത്തല സ്വദേശി ഹയറുമ്മ എന്ന് വിളിക്കുന്ന ഐഷ കൊലപാതക കേസിൽ പോലീസ് ചോദ്യം ചെയ്യലിൽ സഹകരിക്കാതെ പ്രതി സെബാസ്റ്റ്യൻ. വ്യാഴാഴ്ചയാണ് സെബാസ്റ്റ്യനെ തെളിവെടുപ്പിനായി കോടതി പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ചേർത്തല സ്റ്റേഷൻ ഇൻസ്പെക്ടർ ലൈസാത്ത് മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഇയാളെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും ഇയാൾ സഹകരിച്ചിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രന്റെയും DYSP PT അനിൽകുമാറിന്റെ സാന്നിധ്യത്തിലും സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തിരുന്നു. ഐഷ കേസിൽ സെബാസ്റ്റ്യനൊപ്പം സംശയനിഴലിലായിരുന്ന ഐഷയുടെ അയൽക്കാരിയും സെബാസ്റ്റ്യന്റെ കൂട്ടുകാരിയുമായിരുന്ന സ്ത്രീയെ പോലീസ് വ്യാഴാഴ്ച 5 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഐഷ കൊലപാതക കേസിൽ ഇവർക്ക് നിർണായക ബന്ധമുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. ഇവർ മാസങ്ങളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇവരുടെ സാമ്പത്തിക ഇടപാടുകളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഐഷയെ കൊലപ്പെടുത്തിയതാണെന്നതടക്കം നിർണായക വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഐഷയുടെ കൂട്ടുകാരിയായ അയൽക്കാരിയുടെ രഹസ്യ മൊഴിയെടുത്തു. ചേർത്തല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിലാണ് മൊഴിയെടുത്തത്. പോലീസിന്റെ നിഗമനങ്ങളും കണ്ടെത്തലുകളും ശരിയെന്ന് തെളിയിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇവർ നടത്തിയത്. സെബാസ്റ്റ്യന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ ഇയാളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് തെളിവെടുക്കുന്നതിനാണ് പോലീസ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇങ്ങനെ വന്നാൽ ശനിയാഴ്ച ഇയാളെ കൊലപാതകം നടത്തിയ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിക്കുമെന്നാണ് സൂചന. 2012 മെയ് 13 ഐഷ കൊല്ലപ്പെട്ടതായാണ് പോലീസ് നിഗമനം. ഐഷയുമായി സൗഹൃദത്തിലിരുന്ന സെബാസ്റ്റ്യൻ ഇവരിൽ നിന്നും തന്ത്രപൂർവ്വം സ്വർണവും പണവും കൈപ്പറ്റിയിരുന്നു. ഐഷ ഇത് മടക്കി ചോദിച്ചതിലുള്ള വിരോധമാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് ബലം നൽകുന്ന സാക്ഷിമൊഴികളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ, കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ എന്നിവരുടെ കൊലപാതകത്തിലും പ്രതിയാണ് സെബാസ്റ്റ്യൻ. കൊലപാതകം നടന്നു 13 വർഷം പിന്നിട്ട സാഹചര്യത്തിൽ ഐഷ കേസിൽ തെളിവുകൾ കണ്ടെത്തുക അസാധ്യമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. 28 വരെയാണ് ഇയാളുടെ കസ്റ്റഡി കാലാവധി. 28 വരെയാണ് സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി. വിൻ മീഡിയ, ചേർത്തല.